ഇപ്പോൾ ഈ കണ്ട പരിപാടി ഒരു മതത്തിൻ്റെ അവഹേളനമാണ്, അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ അത് അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഇങ്ങനെ ഭക്ഷണത്തിൽ തുപ്പുക, വെള്ളത്തിൽ തുപ്പുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ വേറെ മതസ്ഥരുടെ എന്തെങ്കിലും മതചിഹ്നങ്ങളോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കഷത്തുനിന്നോ അല്ലെങ്കിൽ മുണ്ടിനകത്തുനിന്നോ രോമം പറിച്ചിടുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിശ്വാസം കൂടി ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള കേരള സ്റ്റോറി പോലത്തുള്ള പരിപാടികളാണ് നടക്കണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ നോർത്തിൽ മുഴുവനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നോർത്തിൽ ഓൾറെഡി നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. താങ്ക്സ്, സഹകരിച്ച ആ ഹോട്ടൽ മുതലാളിക്ക് നന്ദി. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ ഇനിയും ചെയ്തിട്ട് കേരളത്തിലെ ആൾക്കാരേനെയും അതുപോലെ ബാക്കിയുള്ളവരേനെയൊക്കെ മാനം കെടുത്തണം. പിന്നെ അതൊന്നും പോരാ, ഇതിങ്ങനെ തുടർന്ന് നല്ല ഒന്നാം തരം വെട്ടിനും കുത്തിനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഇവിടെ ജീവിക്കുന്ന ഈ മതവും കുതമൊന്നും ഇല്ലാത്ത സാധാരണക്കാരുണ്ടല്ലോ, മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ തമ്മിൽ തല്ലിച്ച് അവരെയൊക്കെ വെട്ടിയും കുത്തിയും ചാവാനുള്ള അവസരം എല്ലാ മതസ്ഥരും ഉണ്ടാക്കുക. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന പോലെ ഇദ്ദേഹം ചെയ്തു. അതുപോലെ ബാക്കി മതസ്ഥരും അവനവന് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഒരുത്തിനും ജീവിക്കേണ്ട, എല്ലാത്തിനും അങ്ങ് കൊന്നു കളയും.